ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഡേ 12 ആണ് കേട്ടോ. ഇന്ന് 12ാമത്തെ ദിവസത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ഹെയർ പാക്കായിട്ട് അതുപോലെ ടോണറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചാനൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസം ഫുള്ളായിട്ട് 15 ദിവസത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫുള്ളും കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മെയിനായിട്ട് കട്ടൻ ചായ വരുന്ന ഹെയർ പാക്കുകളും ഹെയർ ടോണറുകളാണ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 12ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് നൈറ്റിൽ ടോണറായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറ്റി മുടി നന്നായി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോലെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിന് നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തേയിലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേയിലപ്പൊടി മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു തേയില എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമതായി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സവാളയാണ് കേട്ടോ. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സവാള എന്ന് പറയുന്നത് അതിനകത്ത് സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കാരണം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് പുതിയ ഹെയറൊക്കെ കിളിർത്ത് വരാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ എത്ര മുടിയില്ലാത്തവർക്കും നന്നായിട്ട് മുടി വളർത്താനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമുറി സവാള എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു പട്ടയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ലീഫൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ആ ഒരു ഹെയർ പാക്കും കൂടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 3 സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഹെയർ പാക്കിനായിട്ട് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റൊന്നും അല്ല, നിങ്ങൾക്ക് നൈറ്റിൽ കോൾഡിൻ്റെ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു 2 പനിക്കൂർക്കയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. വെറും 2 ഇല മതി. അതൊരു ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതും കൂടി നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഈ ഒരു കട്ടൻ ചായക്കകത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇല യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ നമുക്ക് ഈ ഒരു കട്ടൻ ചായ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു 4 സംഭവങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെയർ പാക്കൊക്കെ ഇടുന്ന സമയത്ത് അതുപോലെ തന്നെ ഹെയർ ടോണറൊക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും മുടി നന്നായിട്ട് ചീകി ഹെയറിൻ്റെ കെട്ടെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്കും അതുപോലെ തന്നെ നമ്മുടെ ഓയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഹെയർ നന്നായിട്ട് ചീകി ഈ കെട്ടെല്ലാം നന്നായിട്ട് കളയുന്നുണ്ട്. ഇനി നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എത്ര മുടി കൊഴിച്ചിലും അത് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോണർ എന്ന് പറയുന്നത്. ഇതൊരു ടോണറായിട്ടും പാക്കായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ. നൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒട്ടും പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തണുപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ പാക്ക് എടുത്ത് വെളിയിലോട്ട് വയ്ക്കുക. തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ഒട്ടും നനവില്ലാതെ ആവുന്ന സമയത്ത് നിങ്ങൾ
ഹെയർ കെട്ടി വെച്ചിട്ട് എങ്ങനെയാണോ കെട്ടി വെക്കുന്നത് ആ രീതിയിൽ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക കേട്ടോ. ഇത് എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കാരണം അത്രയും മണിക്കൂർ നമ്മുടെ സ്കാൽപ്പിൽ ഇത് ഇരിക്കുന്നത് കൊണ്ട് അത്രയും റിസൾട്ട് കിട്ടും. ഇപ്പം ഞാനിതൊരു പാക്കായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്കിത് പാക്കായിട്ടും ഇടാം, ഒരു കുഴപ്പമില്ല. മാക്സിമം ഒരു 15-20 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. പിന്നെ ഇത് അത്യാവശ്യം വാട്ട് കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമ്മൾ ഹെയറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം 15-20 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്ന ഹെയർ പാക്കിൽ നമ്മൾ ഷാമ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് മാസത്തിലൊരു തവണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കൊരു ഷാമ്പും കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവാനും നമ്മൾ തേച്ചിട്ടുള്ള പാക്കിൻ്റെ ആണെങ്കിലും ടോണറിൻ്റെ ഒക്കെ ആണെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഷാമ്പു ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വീഡിയോ ആരും കാണാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസത്തെ നമ്മുടെ കട്ടൻ ചായ ഹെയർ ഷാമ്പൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടും വിട്ടു പോകരുത്. അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മുടി നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ആഴ്ചയിൽ നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി അടുപ്പിച്ചുള്ള ദിവസം ഇടണ്ട. ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡെയിലി നൈറ്റിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ എത്ര ബിസി ആയിട്ടുള്ളവർക്കാണെങ്കിലും നൈറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് ഒലിച്ചിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ബാക്കിയുള്ളതും കൂടിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പ് ഒന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ട്രൈ ചെയ്തത് കൊണ്ട് നീരിറക്കോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമോ അല്ല കോൾഡിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുമെന്ന് ഒട്ടും പേടിക്കേണ്ട കേട്ടോ. നമ്മൾ പനിക്കൂർക്കയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒട്ടും തന്നെ നമുക്ക് പേടിക്കാതെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാരണം ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. ഇനി നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ അടുത്ത 13ാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. വീണ്ടും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.